മത്സരിക്കാൻ കെ ശൈലജ സന്നദ്ധത അറിയിച്ചു. CPIM നേതാവ് കെ ശൈലജ പേരാവൂരിലേക്ക് മത്സരിക്കാൻ കെ ശൈലജ സന്നദ്ധത അറിയിച്ചു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് താൽപര്യം അറിയിച്ചത്. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിന് ശേഷം തീരുമാനം അറിയിക്കാമെന്ന് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കി. മട്ടന്നൂരിൽ VK സനോജ് സ്ഥാനാർത്ഥിയാകും. തളിപ്പറമ്പിൽ PK ശ്യാമളയും മത്സരിക്കും. MV ഗോവിന്ദന്റെ ഭാര്യയാണ് ശ്യാമള. എന്നാൽ സ്പീക്കർ AN ഷംസീറിനും PK ബിജുവിനും സീറ്റില്ല. തലശ്ശേരിയിൽ കാരായി രാജൻ സ്ഥാനാർത്ഥിയാകും. കായംകുളത്ത് SIയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തൃക്കുന്നപ്പുഴയിൽ ഗ്രേഡ് SI വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഗ്രേഡ് SI ഹരികുമാറാണ് മരിച്ചത്. തൃക്കുന്നപ്പുഴ ക്ഷേത്രോത്സവത്തിനിടെ ഗുണ്ടകൾ തോക്കുചൂണ്ടിയ സംഭവവുമായി ബന്ധപ്പെട്ട കേസിൽ ഹരികുമാറിന് മെമ്മോ ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മുള്ളൻപന്നിയെ അടിച്ചുകൊന്നതിൽ വെള്ളനാട് ശശിക്കെതിരെ കേസ്. സംരക്ഷിത ജീവി ഇനത്തിൽപ്പെടുന്ന മുള്ളൻപന്നിയെ തല്ലിക്കൊന്ന സംഭവത്തിൽ വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശിക്കെതിരെ കേസെടുത്തു. പരുത്തിപ്പള്ളി വനംവകുപ്പാണ് കേസെടുത്തത്. കേസിന്റെ അടിസ്ഥാനത്തിൽ വെള്ളനാട് ശശി അറസ്റ്റ് ചെയ്യാനായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഗ്രാമപഞ്ചായത്തിലെത്തിയെങ്കിലും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. ശശി ഒളിവിലാണെന്നാണ് വിവരം. ഇന്ന് അതിഥിയായി എത്തേണ്ടിയിരുന്ന പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തില്ല. ശശിയെ അറസ്റ്റ് ചെയ്യാൻ വനംവകുപ്പ് നീക്കം ശക്തമാക്കി. മലപ്പുറം താനാലൂരിൽ മീൻ പിടിക്കുന്നതിനിടെ 2 വിദ്യാർത്ഥികൾ പാറക്കുളത്തിൽ മുങ്ങി മരിച്ചു. മീൻ പിടിക്കുന്നതിനിടയിൽ വിദ്യാർത്ഥികളായ 2 പേർ പാറക്കുളത്തിൽ മുങ്ങി മരിച്ചു. മലപ്പുറം താനാലൂരിലാണ് സംഭവം. താനാലൂർ അയ്യായ റോഡിലെ വെള്ളിയത്ത് സമീറിന്റെ മകൻ അസ്ലഹ്, വരിക്കോട്ടിൽ മുനീറിന്റെ മകൻ ഫാദിയമൻ എന്നിവരാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ട് 3:30 സംഭവം. അവധി ദിനമായതിനാൽ താനാലൂർ തൊട്ടിയിൽ കുണ്ടുകുളത്തിൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കാനെത്തിയതായിരുന്നു കുട്ടികൾ. സമീപത്തുണ്ടായിരുന്നവരുടെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തി കുട്ടികളെ കരക്കെത്തിച്ചു. ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മരിച്ച 2 പേരും ഇട്ടിലാക്കൽ AMLP സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. കനത്ത മഴ, ട്രാക്കുകളിൽ വെള്ളം കയറി, ട്രെയിനുകൾ വൈകുന്നു. കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ ട്രാക്കുകളിൽ വെള്ളം കയറി. 1ഉം 2ഉം ട്രാക്കുകളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടാനുള്ള ട്രെയിനുകളും തിരുവനന്തപുരം സെൻട്രൽ വഴി കടന്നുപോകുന്ന ട്രെയിനുകളും അല്പം വൈകുമെന്നും റെയിൽവേ അധികൃതർ അറിയിച്ചു. മലബാർ എക്സ്പ്രസ് 28 മിനിറ്റ് വൈകിയാണ് സർവീസ് നടത്തുന്നത്. ചെന്നൈ എക്സ്പ്രസ് പുറപ്പെടാൻ വൈകും. പ്രശ്നം പരിഹരിക്കാൻ ശ്രമം നടക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു. നവജാത ശിശുവിന്റെ മരണത്തിൽ കളമശ്ശേരി കിൻഡർ ആശുപത്രിക്കെതിരെ ആരോപണവുമായി കുടുംബം. ചളിക്കവട്ടം സ്വദേശികളായ റൊമാരിയോ, അലീന ദമ്പതികളാണ് ആശുപത്രിക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത്. തങ്ങളുടെ കുഞ്ഞ് മരിക്കാൻ കാരണം ആശുപത്രിയുടെ അനാസ്ഥയാണെന്നാണ് ദമ്പതികളുടെ ആരോപണം. കുഞ്ഞ് ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കുഞ്ഞിന്റെ വിസർജ്യം വിഴുങ്ങി ഗുരുതരാവസ്ഥയിലായെന്നും എന്നാൽ സിസേറിയൻ നടത്താതെ പ്രസവത്തിനായി കാത്തുനിന്നെന്നുമാണ് ദമ്പതികൾ ആരോപിക്കുന്നത്. ഇത് കുഞ്ഞിന് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും മരണത്തിന് കാരണമായി എന്നുമാണ് കുടുംബം പറയുന്നത്. എടപ്പാൾ കുറ്റിപ്പാല ശ്രീ എക്കിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തിയ വെടിക്കെട്ടിനിടയ്ക്ക് അപകടം. സംഭവത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. അത്താണിപ്പടി സ്വദേശി കണ്ണത്ത് സജീവനാണ് പരിക്കേറ്റത്. ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് സംഭവം. അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയതിന് വെടിക്കെട്ടിന്റെ ഭാഗമായി നിന്ന 2 പേർക്കെതിരെ ചങ്ങരംകുളം പോലീസ് കേസെടുത്തു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന ആരോപണവുമായി യുവതി രംഗത്ത്. കുന്നുംപറമ്പ് സ്വദേശിനി സുജിയാണ് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെ ആരോപണം ഉയർത്തിയത്. ഗർഭാശയമുഴ നീക്കം ചെയ്യുന്നതിനിടെ സുജയുടെ മൂത്രനാളിയിൽ മുറിവേറ്റെന്നും അബദ്ധം പറ്റിയതായി ഡോക്ടർ ബന്ധുക്കളെ അറിയിച്ചെന്നും സുജ പറഞ്ഞു. ഉടൻ തന്നെ തൊട്ടടുത്ത സ്വകാര്യ മെഡിക്കൽ കോളേജിൽ എത്തിച്ച് ശസ്ത്രക്രിയ പൂർത്തിയാക്കി. സ്വകാര്യ മെഡിക്കൽ കോളേജിൽ എത്തിച്ചതുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയെന്നും സുജ പറയുന്നു. പൊതുശൌചാലയത്തിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. അഴീക്കോട് മീൻകുന്ന് സ്വദേശി അജിനാസാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്. കണ്ണൂർ നഗരത്തിലെ പയ്യാമ്പലത്തിനടുത്തുള്ള ബർണശ്ശേരിയിലെ ശൌചാലയത്തിലാണ് ഇന്ന് രാവിലെ മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ സിറ്റി പോലീസ് അന്വേഷണം ആരംഭിച്ചു. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കണ്ണൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. യുവാവിന്റെ മരണത്തിലെ ദുരൂഹത നീക്കാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്.
പയ്യന്നൂരിലെ CPM ഫണ്ട് തട്ടിപ്പ് വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വി കുഞ്ഞികൃഷ്ണൻ സമരത്തിലേക്ക്. പയ്യന്നൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിപ്പ് സമരത്തിനാണ് ആലോചന. തന്നെ അനുകൂലിച്ചവരുടെ വാഹനം കത്തിച്ച അടക്കമുള്ള അതിക്രമങ്ങളിൽ പോലീസ് നടപടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കുഞ്ഞികൃഷ്ണൻ പ്രത്യക്ഷ സമരത്തിനിറങ്ങുന്നത്. കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചവരുടെ ബൈക്ക് കത്തിക്കുകയും റീത്ത് വെക്കുകയും ചെയ്തതിൽ അന്വേഷണം മരവിച്ചെന്ന് കാട്ടിയാണ് സമരത്തിന് ഒരുങ്ങുന്നത്.